വണ്ടിപ്പെരിയാറിലെ ഗ്രാമ്പയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുരോഗമിച്ചിരിക്കുന്നു. കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അരണക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ജോസിൽ അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ കടുവയുടെ സാന്നിധ്യം. ജോസിൽ, ഇന്നലെ കടുവയെ മയക്കുവെടി വെക്കാൻ പറ്റിയിരുന്നില്ല. കടുവ ലൊക്കേറ്റ് ചെയ്ത പ്രദേശത്തു നിന്ന് മാറിപ്പോയതായിരുന്നു. കാരണം ഇന്നിപ്പോൾ വീണ്ടും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുകയാണോ? മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടങ്ങുകയാണോ? മനു, ഇന്നലെ 2:30 കൂടിയാണ് ഈ നമ്മുടെ ഇപ്പോൾ കാണുന്നതിന് തൊട്ടു പുറകിലുള്ള ഈ ലയങ്ങളിലുള്ള ഒരു പശുവിനെയും ഒരു പട്ടിയെയും അതിനൊപ്പം തന്നെ 2 പട്ടിക്കുഞ്ഞുങ്ങളെ അത് എടുത്തുകൊണ്ടും പോയി പശുവിനെയും പട്ടിയെയും കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് ശേഷമാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ വനപാലക സംഘങ്ങൾ, അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഇപ്പോൾ ഏതായാലും കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ മയക്കുവെടി വെക്കും എന്നുള്ളതാണ്. വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഈ നാട്ടുകാർ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ ദിവസങ്ങളിലായി ആശങ്കയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ പണി പോലും ഇവിടെ നഷ്ടപ്പെട്ട് ഈ മേഖലയിൽ ഉള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ എസ്റ്റേറ്റ് മേഖലയാണ്. തേയിലത്തോട്ടങ്ങളിൽ രാവിലെ 6 മണിക്ക് തന്നെ പണിക്കിറങ്ങേണ്ട ആളുകളാണ്. അവർക്ക് ഈ പണിയെല്ലാം മുടങ്ങുന്നൊരു സാഹചര്യം. നമുക്കൊപ്പം ഈ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ചേരുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? രാവിലെയാണ് 3-3:30 സംഭവം നടന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എസ്റ്റേറ്റ് മേഖല ജോലിക്ക് പോകുന്നവർ അങ്ങോട്ടാണ് പോകേണ്ടത്. മറ്റേ ഫാക്ടറിയൊക്കെ അപ്പുറത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് അവരെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി വെച്ചേക്കുക. എന്നും ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൾക്കാരൊക്കെ ആശങ്കയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് രാവിലെ തൊട്ട് ഫോറസ്റ്റുകാർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് തന്നെ കടുവയെ പിടിക്കുവാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇച്ചിരി സമാധാനം കിട്ടും. എന്നുവെച്ചാൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സ്കൂളൊക്കെ അപ്പുറത്താണ്, അംഗൻവാടി അപ്പുറത്ത് ഉണ്ട്. അത് കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇതിനു മുമ്പ് ഈ കടുവയുടെ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടുത്തെ ഒരു ശങ്കർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ പശുവിനെ ആക്രമിച്ച്. അതല്ലാതെ കുറേ ഫോറസ്റ്റിനകത്തൊക്കെ ഫോറസ്റ്റ് അജണ്ടയ്ക്കകത്തൊക്കെ കുറേ പശുക്കളെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ സംഭവം ഒരാഴ്ചക്കകത്താണ് ഇപ്പോൾ ഇത് നടന്നേക്കുന്നത്. അത് കാരണം കൊണ്ട് ആൾക്കാരൊക്കെ പേടിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനോട് പിടിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. മനു, അതാണ് കഴിഞ്ഞ 3-ാം തീയതിയാണ് ഗ്രാമ്പീയ മേഖലയിൽ ഇത്തരത്തിൽ കടുവയെ ആദ്യമായി കാണുന്നത്. അതിനുശേഷം അവിടെയും ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ നാട്ടുകാർ തന്നെയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് ആദ്യം ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിയത്. അതിനുശേഷം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വീണ്ടും കടുവയെ കാണുകയും മിനിഞ്ഞാന്ന് കടുവയെ മയക്കുവെടി വെക്കാൻ ഉള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ കൂട് സ്ഥാപിച്ചതിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ നടന്നാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഈ കടുവ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വളർത്തുമൃഗങ്ങളെയാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി ഏകദേശം 2:30 ഈ കടുവ കൊന്നിരിക്കുന്നത്. 2 പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി അത് ഭക്ഷിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ കൃത്യമായി ഇപ്പോൾ ഈ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നമ്മളെ അടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കാരണം വന്യമൃഗമാണ്. വളരെ എത്ര അവശനാണെന്ന് പറഞ്ഞാലും അതിൻ്റെതായ ആരോഗ്യം ഒറ്റ കുതിപ്പിന് നമ്മുടെ നേരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജോസിൽ, ആ ഒരു സൂക്ഷ്മത, ജാഗ്രത എപ്പോഴും വേണം. എത്ര അവശനാണെന്ന് പറഞ്ഞാലും കടുവ തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ആ ഒരു ജാഗ്രത വേണം. നമുക്ക് ജോസിലേക്ക് വളരെ വേഗം മടങ്ങിപ്പോകാം. ഏതായാലും അവിടെ തെരച്ചിൽ നടപടികൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അരണക്കല്ലിലാണ് കടുവ ദൗത്യം. ഇന്നലെ ഗ്രാമ്പിയിലായിരുന്നു കടുവയെ കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ അരണക്കല്ലിലേക്ക് മാറിയിരിക്കുന്നു. ഏതായാലും എത്രയും വേഗം 2 മണിയോടുകൂടിയാണ് അരണക്കല്ലിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞത്. വലിയ രീതിയിലുള്ള വളർത്തുമൃഗങ്ങൾക്കെതിരെ ആക്രമണവും കടുവയുടെ ഭാഗത്ത് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. അത്തരത്തിൽ കടുവയുടെ ദൗത്യവുമായിട്ട് വനം വകുപ്പ് മുന്നോട്ട് പോകും.